വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2022-2023 വർഷങ്ങളിലെ നമ്മുടെ NCA കാറ്റഗറിയിൽ ചോദിച്ചു പോയ മാത്സിനകത്തും ചോദിച്ച ചില പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. അതിൻ്റെ ബാക്കി ക്ലാസ് ആണ്. സോ ഒരു ചോദ്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അല്ലാതെ ചോദ്യം പറഞ്ഞ് ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മെത്തേഡല്ല. ഒരു ചോദ്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുടക്കക്കാരൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്. നിങ്ങൾ മൊത്തം ഇരുന്ന് കാണണം, ഫുള്ളായിട്ടിരുന്ന് കാണണം. ഈ ടോട്ടൽ ആ വീഡിയോ മൊത്തം കാണുമ്പോൾ മാത്രമേ ചോദ്യങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും പക്ഷേ കണ്ടന്റ് ഒരുപാടുണ്ട്. ഒരു തുടക്കക്കാരന് മാത്സ് ഒന്നും അറിയാത്തവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം അതിനകത്ത് തന്നെ നമ്മൾ A to Z കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. ഒരുപാട് ഉപകാരപ്പെടും. നന്നായിട്ട് കാണണം. സോ മുഴുവൻ കണ്ട് കൃത്യമായിട്ട് നോട്ട് എഴുതി എടുക്കണം. അത് നിങ്ങൾ വിട്ടുപോരുത്, ഓടിച്ചിട്ട് കാണരുത്. അതുപോലെ വൃത്തിയായിട്ട് അത് നോട്ട് എഴുതി എടുത്ത് ഭംഗിയായിട്ട് സൂക്ഷിക്കുക. വരുന്ന പരീക്ഷ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായ ഗൈഡൻസ് വേണം. ഏറ്റവും കൂടുതൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിനൊപ്പം നിങ്ങളുടെ ജീവിത വിജയം സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പുതിയൊരു ബാച്ച് LPUPക്ക് വേണ്ടി സെപ്പറേറ്റ് ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൃത്യമായ സിലബസിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് അസൈൻ ചെയ്തിരിക്കുന്നത്. റിസൾട്ട് ഓറിയന്റഡ് ബാച്ചാണ്. അതായത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ഭേദപ്പെട്ട റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. ആ ചുവടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളുടെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എടാ മക്കളെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 നമ്മുടെ UPയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 3 പ്രസ്താവനയുണ്ട്. ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കുക. 1 ട്രില്യൺ എന്നത് 10⁻10 തുല്യമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് ബില്യണിൽ നിന്ന് മില്യൺ കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. 1 ബില്യണിൽ നിന്ന് 1 മില്യൺ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 9.99 × 10⁸8 ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ 1 മില്യണിൽ നിന്ന് 1000 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 9.99 × 10⁵5 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് മില്യൺ, ബില്യൺ, ട്രില്യൺ എന്ന് ആദ്യം പറഞ്ഞു തരാം. എടാ മക്കളെ, നമ്മൾ സാധാരണ 1 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു 4 0 നമ്മൾ അങ്ങോട്ട് എഴുതി. ഈ സംഖ്യ വായിക്കുന്നത് 10,000 എന്നാണ് അല്ലേ? 1 കഴിഞ്ഞിട്ട് 4 0 വരുന്ന ഈ സംഖ്യ വായിക്കുന്നത് 10,000 ആണ്. ഇതിന് നമ്മൾ ചുരുക്കി എഴുതുന്നത് അല്ലെങ്കിൽ കൃത്യംഗ രൂപത്തിലേക്ക് എഴുതുന്നതാണ് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചു. 1 കഴിഞ്ഞിട്ട് പൂജ്യങ്ങളുടെ എണ്ണം 4. അപ്പോൾ 10⁻4 എന്ന് പറഞ്ഞ അർത്ഥം 1 കഴിഞ്ഞ് 4 0. ഈ 1 കഴിഞ്ഞ് 4 0 വരുന്ന സംഖ്യ പറയുന്ന പേരാണ് 10⁻4 അല്ലെങ്കിൽ 10,000 എന്ന് പറയും. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 5 0 വന്നാൽ 1 2 3 4 5 0. എടാ മക്കളെ, 1 കഴിഞ്ഞ് 5 0 വരുന്ന സംഖ്യ പറയുന്ന പേര് 1 കഴിഞ്ഞിട്ട് പൂജ്യങ്ങളുടെ എണ്ണം 5 ആണെങ്കിൽ ആ സംഖ്യ നമ്മൾ വിളിക്കുന്നത് 1,00,000 എന്നാണ്. 1,00,000 എന്നാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു പോയത് 1 കഴിഞ്ഞ് 4 0 വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 1 കഴിഞ്ഞിട്ട് 5 0 വരുവാണെങ്കിൽ ആ സംഖ്യ 1,00,000 ആണ്. അപ്പോൾ 1,00,000 കഴിഞ്ഞാൽ പിന്നെ 10,00,000 അല്ലേ ആണ്. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 6 0 വരുവാണെങ്കിൽ 1 കഴിഞ്ഞിട്ട് 6 0 വരുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയെ നമ്മൾ ചുരുക്കി എഴുതുന്നത് 10⁻6 എന്നാണ്.
ഈ 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേര് 10 ലക്ഷം എന്നാണ്. 10 ലക്ഷം അല്ലെങ്കിൽ ദശലക്ഷം എന്ന് പറയും. ഈ 10 ലക്ഷത്തിന് നമ്മൾ പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് മില്യൺ എന്ന് പറയും. മില്യൺ. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേരാണ് മില്യൺ അല്ലെങ്കിൽ 10 ലക്ഷം എന്ന് പറയും. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 7 പൂജ്യം വരുവാണെങ്കിൽ അത് 100 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയാണ്. അപ്പോൾ 1 കഴിഞ്ഞ് 8 പൂജ്യം വരുവാണെങ്കിൽ 10⁸8 എന്ന് പറയും, അതായത് 10 കോടിയാണ്. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 9 പൂജ്യം വരുവാണെങ്കിൽ അതിനെ നമ്മൾ 100 കോടി എന്ന് പറയും, അല്ലെങ്കിൽ ശതകോടി എന്ന് പറയും. ആ 100 കോടിയെ പറയുന്ന പേരാണ് ബില്യൺ. ബില്യൺ എന്ന് പറയും. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 12 പൂജ്യം വരുന്ന സംഖ്യ ഉണ്ടല്ലോ, നിങ്ങൾ താഴോട്ട് ഇങ്ങനെ എഴുതി 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 പോകുമ്പോൾ 1 കഴിഞ്ഞ് 12 പൂജ്യം വരുന്ന സംഖ്യ പറഞ്ഞ പേരാണ്, എടാ മക്കളെ, ട്രില്യൺ എന്ന് പറയും. ട്രില്യൺ എന്ന് പറയും. ട്രില്യൺ. അങ്ങനെ 1 കഴിഞ്ഞിട്ട് 15 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേരാണ് ക്വാഡ്രില്യൺ എന്ന് പറയും. ക്വാഡ്രില്യൺ എന്ന് പറയും. ക്വാഡ്രില്യൺ എന്ന് പറയും. ക്വാഡ്രില്യൺ എന്ന് പറയും. അതേപോലെ 1 കഴിഞ്ഞിട്ട് 18 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേര് ക്വിൻറ്റില്യൺ എന്നാണ്. 1 കഴിഞ്ഞ് 18 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേര് ക്വിൻറ്റില്യൺ എന്നാണ്. അതേപോലെ എടാ കുഞ്ഞുങ്ങളെ, 1നോടൊപ്പം 100 പൂജ്യം വരുവാണെങ്കിൽ 1നോടൊപ്പം 100 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേരാണ് ഗൂഗോൾ. ഗൂഗോൾ എന്ന് പറയും. 1 കഴിഞ്ഞിട്ട് 100 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേരാണ് ഗൂഗോൾ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് അങ്ങ് നോട്ട് ചെയ്താട്ടെ. ഒന്നും കൂടെ പറഞ്ഞു തരുന്നു. 1 കഴിഞ്ഞ് 6 പൂജ്യം വന്നാൽ മില്യൺ, 1 കഴിഞ്ഞ് 9 പൂജ്യം വന്നാൽ ബില്യൺ, 12 പൂജ്യം വന്നാൽ ട്രില്യൺ, 15 ആണെങ്കിൽ ക്വാഡ്രില്യൺ, 18 ആണെങ്കിൽ ക്വിൻറ്റില്യൺ. മറന്നു പോരുത്. ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എടാ മക്കളെ, 6 എല്ലാവർക്കും അറിയാം, 10 ലക്ഷമാണ്. കാരണം നമ്മൾ യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻ നോക്കാറുണ്ട്. ഓരോ ചാനലും എത്ര മില്യൺ അടിച്ചെന്ന് നമ്മൾ നോക്കാറുണ്ട്. 1 മില്യൺ അടിച്ച ചാനലിൻ്റെ അർത്ഥം അത് 10 ലക്ഷമാണ്. അപ്പം മില്യൺ എന്തായാലും നിങ്ങളുടെ മനസ്സ് സെറ്റാണ്. മില്യൺ. അപ്പോൾ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. എടാ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പോൾ 6ന്റെ കൂടെ 3 കൂട്ടിയാൽ 9 അല്ലേ? 9ന്റെ കൂടെ 3 കൂട്ടിയാൽ 12 അല്ലേ? 12ന്റെ കൂടെ 3 കൂട്ടിയാൽ 15 അല്ലേ? 15ന്റെ കൂടെ 3 കൂട്ടിയാൽ 18 അല്ലേ? ആണ്. ഇനി കറക്റ്റ് ഓർഡറിൽ പറ. മില്യൺ, ബില്യൺ, ട്രില്യൺ, ക്വാഡ്രില്യൺ, ക്വിൻറ്റില്യൺ എന്ന് വരും. മില്യൺ, ബില്യൺ, ട്രില്യൺ, ക്വാഡ്രില്യൺ, ക്വിൻറ്റില്യൺ എന്ന് വരും. ഈ ഓർഡറിൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. 6ന്റെ കൂടെ 3 കൂട്ടി 9, 9ന്റെ കൂടെ 3 കൂട്ടി 12, 12ന്റെ കൂടെ 3 കൂട്ടി 15, 15ന്റെ കൂടെ 3 കൂട്ടി 18. എസ്പെഷ്യൽ ഒരു കാര്യം കൂടെ ഓർത്തിരുന്നോണം. 1 കഴിഞ്ഞ് 100 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേര് ഗൂഗോളാണ്. അത് SCRT പാഠപുസ്തകത്തിനകത്തുള്ള വാക്കാണ്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ പ്രസ്താവന വായിക്കേ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10⁻10 ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം 10⁻6, 1 കഴിഞ്ഞ് 6 പൂജ്യം, 1 കഴിഞ്ഞ് 9 പൂജ്യം, 1 കഴിഞ്ഞ് 12 പൂജ്യം, 1 കഴിഞ്ഞ് 15 പൂജ്യം, 1 കഴിഞ്ഞ് 18 പൂജ്യം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഓർഡർ. ഇനി എല്ലാം മില്യൺ, ബില്യൺ, ട്രില്യൺ, ക്വാഡ്രില്യൺ, ക്വിൻറ്റില്യൺ. ഓക്കെ, ഇത് തിരിച്ചു വാ. എടാ, 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10⁻10 ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10⁻10. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10⁻10 ആണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവർ പറയുന്നു
പ്രസ്താവന ഒന്ന് ശരിയും എന്ന് പറയുന്നുണ്ട്. ധൈര്യപൂർവ്വം പറയാം അത് തെറ്റാണ്, കാരണം ഒന്ന് ശരിയല്ല. ഇനി 1, 2 ശരിയാണെന്ന് പറയുന്നുണ്ട്, 1, 3 എന്നിവ തെറ്റാണെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും വരാം. 1 എന്തായാലും ശരിയാണെന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, അത് വീണ്ടും വെട്ടാം. 1, 2 എന്നിവ തെറ്റും, 1, 3 എന്നിവ 1, 3 ആണ് കേട്ടോ, ഇത് 3 ആണേ. 1, 3 എന്നിവ തെറ്റും 2 ശരിയുമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും 1 തെറ്റാന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ 1 ശരി വരുന്നതെല്ലാം വെട്ടാം. ഇനി അവസാനത്തെ ഓപ്ഷൻ നോക്കുക. പ്രസ്താവന 1 തെറ്റാണ്, 2, 3 ശരിയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി. ഇത് രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് വരിക. എടാ കുഞ്ഞുങ്ങളെ, 1 ബില്യണിൽ നിന്ന്, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 10⁹ ആണ്. 1 ബില്യണിൽ നിന്ന്, അതായത് 10⁹ നിന്ന് 1 മില്യൺ കുറച്ചാൽ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10�6, അത് കുറച്ചാൽ കിട്ടുന്ന ഉത്തരം ഇവർ പറയുന്നുണ്ട്. അതാണോ നോക്കാം നമുക്ക്. 10⁹ എന്ന് 10�6 കുറയ്ക്കണം. ആരും 10⁻³ ഒന്നും പറയരുത്, മണ്ടത്തരം പറയരുത്. അങ്ങനെ കൃത്യംഗ സംഖ്യകൾ നേരെ കുറയ്ക്കാൻ പറ്റത്തില്ല. കൃത്യംഗ സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഗുണിക്കാനും ഹരിക്കാനും നിയമങ്ങളുണ്ട്, പക്ഷെ കൂട്ടാനും കുറയ്ക്കാനും കൃത്യംഗ നിയമങ്ങളില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, സാധാരണ ചെയ്യുന്ന പരിപാടി, അതിനകത്തെ ഏറ്റവും ചെറിയ സംഖ്യ വെളിയെടുക്കും. എടാ മക്കളെ, 10⁻9, 10⁻6, ഏറ്റവും ചെറിയ സംഖ്യ, ഏറ്റവും ചെറുത് 10⁻6. ആ 10⁻6 വെളിയെടുത്താട്ടെ. 10⁻6 വെളിയെടുത്തു. ഇനി ബാക്കി 10⁻9-നകത്തുനിന്ന് 10⁻6 വെളിയെടുത്താൽ പിന്നെ ബാക്കിയുള്ളത് 10⁻3 ആണ്. ഇനി 10⁻6-നകത്തുനിന്ന് 10 മൊത്തത്തിൽ 6 വെളിയെടുത്താൽ പിന്നെ ബാക്കി 1 ആണ് വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ അകത്തോട്ട് ഗുണിച്ച് നോക്കിയാൽ മതി. എടാ 10⁻6-ഉം 10⁻3-ഉം കൂടെ ഗുണിച്ചാൽ 10⁻9 വരത്തില്ലേ? a⁻m ഇൻറ്റു a⁻n is equal to a⁻m+n അല്ലേ? 10⁻6-ഉം 10⁻3-ഉം കൂടെ ഗുണിച്ചാൽ 10⁻9 അല്ലേ? ശരിയാണ്. ഇനി 10⁻6 പുറത്തു തന്നെ കിട്ടും. 10⁻3 എന്ന് പറഞ്ഞാൽ 1000. എടാ 1000-ൽ കുറയ്ക്കും, 1000-ൽ കുറയ്ക്കും. 10⁻3 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 3 0, ദാറ്റ് ഈസ് 1000. 1000-ൽ കുറച്ചാൽ 999. അപ്പോൾ 1 ബില്യണിൽ നിന്ന് 1 മില്യൺ കുറച്ചാൽ 999 ഇൻറ്റു 10⁻6 എന്നാണ് വരുന്നത്. 999 ഇൻറ്റു 10⁻6 എന്നൊരു ഓപ്ഷൻ ആണോ കിടക്കുന്നത്? അല്ലല്ലേ, അവർ 9 പോയിന്റ് ആക്കിയല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, പോയിന്റ് ആക്കാം. പേടിക്കണ്ട, നമുക്കൊന്ന് പോയിന്റ് ആക്കാം. പോയിന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്മാരെ ഈ ഒരു സംഖ്യയുടെ മുകളിലും 10 കൊണ്ട് ഗുണിക്കാം, അതേപോലെ താഴെയും 10 കൊണ്ട് ഗുണിക്കാം. ചുമ്മാ വെറുതെ. ഇപ്പം ഞാൻ വെറുതെ 10 കൊണ്ട് മുകളിൽ ഗുണിച്ചു, താഴെ അതുപോലെ തന്നെ 10 കൊണ്ട് ഗുണിച്ചു. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഒരു വിലയിലൊരു വ്യത്യാസം വന്നിട്ടില്ല, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതാണ്ട് ഈ 10-ഉം 10-ഉം കൂടെ വെട്ടിക്കളയാൻ പറ്റും, ഒരു തെറ്റുമില്ല. ഇപ്പം നമ്മൾ ചേർത്ത് വെച്ച 10-ഉം ഇപ്പം എഴുതിയ മുകളിൽ കിടക്കുന്ന 10-ഉം കൂടെ വെട്ടിക്കളഞ്ഞാൽ സെയിം ഉത്തരം തന്നെ വരത്തുള്ളൂ, ഒരു മാറ്റവും ഇല്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാ. ഇനി നോക്കിക്കോണേ, എടാ മക്കളെ, ഈ 999 ഉണ്ടല്ലോ, 999 10 കൊണ്ട് ഹരിച്ചാൽ 99.9 വരും. പക്ഷെ ചോദ്യകർത്താവ് പറയുന്നത് 9 പോയിന്റിലേക്ക് വരുത്തണമെന്നാണ്. അപ്പോൾ 9 പോയിന്റിലേക്ക് വരുത്തണമെങ്കിൽ 100 കൊണ്ട് ഹരിച്ചാൽ പോരെ, 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, താഴെ മേളിലും 10 കൊണ്ട് ഗുണിച്ചിട്ട് കാര്യമില്ല, താഴെ മേളിൽ നമുക്ക് 100 കൊണ്ടങ്ങ് ഗുണിക്കാം. തെറ്റൊന്നും ഇല്ലടാ,
കാരണം നിങ്ങൾ മുകളിൽ 100 കൊണ്ട് ഗുണിച്ചാൽ താഴെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി, ഒരു തെറ്റുമില്ല. കാരണം വിലയിലെ ഒരു വ്യത്യാസവും വരുന്നില്ല, മാറുന്നില്ല, വില മാറുന്നില്ല. അപ്പോൾ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മുകളിൽ 100 കൊണ്ട് ഗുണിച്ചു, താഴെ 100 കൊണ്ട് ഗുണിച്ചു. ഇനി നോക്ക്, ഈ 999 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 999 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 9.99 ആണ്. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. 999 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി, 9.99 എന്ന് വരും. ഇൻറ്റു എന്തായാലും 100 എന്ന് പറഞ്ഞാൽ 10:2 അല്ലേടാ. 100 എന്ന് പറഞ്ഞാൽ 10:2 ആണ്. 100 എന്ന് പറഞ്ഞാൽ 10:2 ആണ്. ഇനി ഈ 10:6 10:2 കൂടെ ഗുണിച്ചാൽ 10:6 10:2 കൂടെ ഗുണിക്കുവാണെങ്കിൽ a/m × a/n ഫോർമാറ്റ് ആണ്. 10:6 10:2 കൂടെ ഗുണിച്ചാൽ 10:8 വരും. 10:8 എന്ന് വരും. 10:8 എന്ന് വരും. 10:8 എന്ന് വരും. അപ്പോൾ ആ വലതുവശത്ത് കിടന്ന ആ 100 ഉണ്ടല്ലോ, ആ 100ന് പകരമാണ് നമ്മൾ 10:2 എടുത്തത്. 100ന് പകരം 10:2 എന്ന് എടുത്തു. 10:6 10:2 കൂടെ ഗുണിച്ചാൽ 10:8 എന്ന് വരും. അപ്പോൾ 9.99 ഇൻറ്റു 10:8 കറക്റ്റായിട്ട് വരുന്നുണ്ട്. ശരിയാണ്. എടാ, 1 ബില്യണിൽ നിന്ന് 1 മില്യൺ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 9.99 ഇൻറ്റു 10:8 എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവന ശരിയാണ്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. 2 ശരിയാണ്. 2 ശരിയാണ്. 2 ശരിയാണ്. ഇവർ പറയുന്നു എന്തായാലും 1 തെറ്റാണെന്ന് പറയുന്നുണ്ട്. പ്രസ്താവന 1 തെറ്റാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. 3 തെറ്റാണെന്ന് പറഞ്ഞു, 2 ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട്. അതായത് ഓപ്ഷൻ സിക്ക് ഒരു സാധ്യതയുണ്ട്. എന്തായാലും 1 തെറ്റാണെന്ന് മനസ്സിലായി, 2 ശരിയാണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് പ്രസ്താവന 1 തെറ്റും 2ഉം 3ഉം ശരിയാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും മൂന്നാമത്തെ പ്രസ്താവന കൂടി വായിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ പ്രസ്താവന കൂടി ചെയ്തു നോക്കേണ്ടി വരും, വായിച്ചു നോക്കേണ്ടി വരും, ചെയ്തു നോക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, 1 തെറ്റാണ്, 2 ശരിയാണ്. മൂന്നാമത്തത് കൂടി നോക്കാം. 1 മില്യണിൽ നിന്ന് 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10:6. 1 മില്യണിൽ നിന്ന് 1000 എന്ന് പറഞ്ഞാൽ 3 0. 1000 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം ഇവർ പറയുന്നതാണോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കുറയ്ക്കാനാണ് ഏറ്റവും ചെറിയ നമ്പർ വെളിയെടുക്കുക. ഏറ്റവും ചെറിയ സംഖ്യ 10:3 ആണ്. 10:3 വെളിയെടുത്തു. ബാക്കിയുള്ളത് 10:6 നിന്ന് 10:3 വെളിയെടുത്താൽ പിന്നെ 10:3 ആണ് ഉള്ളത്. 10:3 വരും. മൈനസ് 10:3 അപ്പടി വെളിയെടുത്താൽ പിന്നെ ബാക്കിയുള്ളത് 1 ആണ്. അപ്പൊ ഇവിടുന്ന് 10:6 മൈനസ് 10:3 ആണ്. അവിടുന്ന് 10:3 വെളിയെടുക്കാം. 10:3 വെളിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 10:3 ആണ്. കാരണം a/m × a/n = a/m+n ആണ്. 3 കൂട്ടിയാൽ കറക്റ്റ് 6 വരുന്നുണ്ട്. അതായത് 10:3 × 10:3 എന്ന് പറഞ്ഞാൽ 10:6 ആണ്. ഓക്കെ. പിന്നെ ബാക്കിയുള്ള 10:3 10:3 വെളിയെടുത്താൽ പിന്നെ ബാക്കി 1. ഇവിടുന്ന് 10:3 ഇൻറ്റു എടാ മക്കളെ 10:3 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000ൽ നിന്ന് 1 കുറച്ചാൽ 999 വരും. 999 വരും. ഈ ആൻസർ ആണ് ഓപ്ഷനകത്ത് കിടക്കുന്നത്. അല്ല, നമുക്ക് 9 പോയിന്റിലേക്ക് മാറ്റണം. എന്ത് ചെയ്താൽ മതി? താഴെ 100 കൊണ്ട് ഗുണിക്കുക, മുകളിൽ 100 കൊണ്ട് ഗുണിക്കുക. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പം ഞാൻ മുകളിൽ 100 കൊണ്ട് ഗുണിച്ചു, പകരം താഴെ 100 കൊണ്ട് ഗുണിച്ചു.
ഈ 999 100 കൊണ്ട് ഹരിച്ചാൽ 999 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 9.99 എന്ന് വരും. 999 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 9.99 എന്ന് വരും. ആ 100 എന്ന് പറഞ്ഞാൽ 10:2 ആണ്. അപ്പോൾ 10:3 10:2 കൂടെ ഗുണിച്ചാൽ 10:5 എന്ന് കിട്ടും. അതായത് 999 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 9.99 എന്ന് വരും. 10:3 10:2 കൂടെ ഗുണിച്ചാൽ 10:5 എന്ന് കിട്ടും. അതായത് 1 മില്യണിൽ നിന്ന് 1000 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 9.99 ഇൻറ്റു 10:5 ആണെന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ശരിയാണടാ കുഞ്ഞുങ്ങളെ, ശരിയാണ്. അപ്പോൾ 1 തെറ്റ് 2 3 ശരിയാണ്. 1 തെറ്റാണ് 2 3 ശരിയാണ്. 1 തെറ്റാണ് 2 3 ശരിയാണ്. 1 തെറ്റാണ് 2 3 ശരിയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് അവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു. അവിടുത്തെ റൈറ്റ് ആൻസർ. ആധികാരികമായിട്ട് ആ ക്വസ്റ്റ്യനകത്ത് നമ്മൾ വിശകലനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം വീണ്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കഴിഞ്ഞുപോയ 2023 വർഷത്തിൽ ചോദിച്ചു മാറിയ 1-2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിന് തുടർച്ചയായിട്ട് നമ്മൾ അടുത്ത ക്ലാസ് കൂടി കാണുക. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മടി കൂടാതെ ചെയ്തെടുക്കാൻ ഇത്തരം സീരീസ് ക്ലാസ്സുകൾ ഉപകാരപ്പെടും. സോ സ്റ്റേ ട്യൂൺ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. സോ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ 2024 പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് നേടിയെടുക്കാം. ഒരുമിച്ച് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ.